ആലപ്പുഴയിൽ ട്രെയിനിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അബോർഷനാണെന്നാണ് സംശയം. ധൻബാദ് എക്സ്പ്രസിന്റെ S4 കോച്ചിലെ ടോയ്ലറ്റുകളിൽ രക്തക്കറ കണ്ടെത്തി. ആലുവ മുതൽ ആലപ്പുഴ വരെയുള്ള ആശുപത്രികളിൽ പോലീസ് പരിശോധന നടത്തി. റെയിൽവേ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴിയെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇന്നലെയാണ് നമ്മൾക്ക് ഈ വിവരം പുറത്തേക്ക് കിട്ടുന്നത്. അതായത് ട്രെയിനിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. ഇപ്പോൾ ഇത് അബോർഷനാണെന്ന് മനസ്സിലാക്കുന്നു. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എപ്രകാരമാണ്? വിജി 14-ാം തീയതി വൈകിട്ടാണ് ഏതാണ്ട് ധൻബാദ് എക്സ്പ്രസ് ആലപ്പുഴയിൽ എത്തിയപ്പോൾ ക്ലീനിങ് സ്റ്റാഫാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ടോയ്ലറ്റിനുള്ളിലെ വേസ്റ്റ് ബിന്നിലാണ്, വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് കുഞ്ഞിന്റെ ഏതാണ്ട് 5 മാസത്തോളം മാത്രം 5 ആഴ്ചയോളം മാത്രം പ്രായമുള്ള കുട്ടിയാണെന്നാണ് പ്രാഥമിക വിവരം. അതിനുശേഷം കുട്ടി ആ ബോഗി അവിടെ പിടിച്ചിടുകയും ഇന്നലെ ഉച്ചയോടുകൂടി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ റെയിൽവേ പോലീസും അതോടൊപ്പം തന്നെ RPF പ്രൊട്ടക്ഷൻ ഫോഴ്സും കൂടെ സംയുക്തമായിട്ട് അന്വേഷണം നടത്തി വരുന്നത്. ആലുവ മുതൽ ആലപ്പുഴ വരെയുള്ള സമീപത്തെ ആശുപത്രികളിലൊക്കെ തന്നെ പരിശോധന നടത്തി. സമാനമായ രീതിയിൽ ഏതെങ്കിലും പെൺകുട്ടികൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലുമാണോ എന്നും പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഇത് സ്വാഭാവികമായി സംഭവിച്ചതാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. കാരണം ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ അത് ട്രെയിനിൻ്റെ അകത്ത് കൂടുതൽ ആളുകളുടെ ഇടയിൽ അത് ചെയ്യുക സ്വാഭാവികമായിട്ടും പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല. സാധാരണ സംഭവിച്ച ഒരു അബോർഷനാകാമെന്ന നിലയിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഇത് ആരുടേതാണ് എന്നുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് പ്രധാനമായിട്ടും. അതോടൊപ്പം തന്നെ 2 ബോഗികൾ രക്തക്കറകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ചു. അത് ഈ കുഞ്ഞുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ കാര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണമാണ് റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഏത് തരത്തിൽ എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ അതോ കൊലപ്പെടുത്തിയതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും